വേതന വർധനവ് ആവശ്യപ്പെട്ട് മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര ഇന്ന് മഹാറാലിയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മഹാറാലി ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മഹാറാലിയിൽ പങ്കെടുക്കുമെന്ന് സമരസമിതി അറിയിച്ചു. അതേസമയം തന്നെ ആശാ വർക്കേഴ്സിന്റെ സംഘടന ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കാണിച്ച് NHM-ന് കത്തും നൽകിയിരുന്നു. അതേസമയം സംസ്ഥാനത്തെ ആശമാർ നിർബന്ധിത പരിശീലനം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇത് സമരം പൊളിക്കാനുള്ള നീക്കമെന്ന് പ്രതിഷേധിക്കുന്ന ആശമാർ ആരോപിച്ചു. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന അവരുടെ പോരാട്ട വീര്യമാണ്, സമരമാണ്. പലതരത്തിലുള്ള സമര മുറകൾ അവർ സ്വീകരിച്ചു. വിജയകരമായി പലതും പൂർത്തിയാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇതാ നിലമ്പൂരിൽ വരെ എത്തി അവരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അവർ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസത്തിലധികം നീണ്ടു നിന്ന ഈ സമരയാത്ര സമാപിക്കുകയാണ്. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഏറെ പ്രാധാന്യമുണ്ട് അതിന്. നാളെ നിലമ്പൂർ വോട്ടെഴുതാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി സംസാരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനപ്പുറം ഇതിപ്പോൾ ഇന്ന് പണിമുടക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുമ്പോൾ, അതിന് NHM-ന് കത്തും നൽകിയിരിക്കുമ്പോഴാണ് ഈ സർക്കാരിന്റെ നിർബന്ധിത പരിശീലന ക്ലാസ് അത്തരത്തിലൊരു നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. ഇത് സമരം പൊളിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ആശമാർ കണക്കാക്കുന്നത്. ഈ നിർബന്ധിത ക്ലാസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഈ ആശമാർ നേരിടേണ്ടി വരുമോ? ഡാൻ, അതേ വേതന വർധനമെന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തുടങ്ങിയ അനിശ്ചിതകാല സമരം പിന്നീട് അനിശ്ചിതകാല നിരാഹാര സമരത്തിന് വഴിമാറി. അതിനുശേഷം പല തരത്തിൽ സർക്കാർ തലത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും അത് പൂർണ്ണമായി ഫലം കാണുന്ന സാഹചര്യം ഉണ്ടാകാതെ വന്നതോടെയാണ് കഴിഞ്ഞ മെയ് 5-ാം തീയതി മുതൽ രാപകൽ യാത്ര, സമരയാത്ര, പദയാത്ര അവർ കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. ആ യാത്രയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാവിലെ 10 മണിക്ക് സമാപിക്കാൻ പോകുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന കാര്യം കേവലം വേതന വർധന എന്ന ആവശ്യം മുമ്പോട്ട് വെക്കുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ സമരസമിതി പ്രവർത്തിക്കുന്നത്. അവർക്ക് പിന്നിൽ ഇടത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഇതിന് പിന്നിലുണ്ട്. അതിനു മുമ്പിൽ വഴങ്ങേണ്ട കാര്യമില്ല, ഒരു തരത്തിലും അത് അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി ആശാ വർക്കർമാരുടെ ഈ മഹാറാലിയെ അഭിസംബോധന ചെയ്യാൻ പോകുന്ന കാര്യത്തെയും കൃത്യമായി രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലാണ് സർക്കാരും ആരോഗ്യവകുപ്പും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിലെ ജനപങ്കാളിത്തം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ന് നിർബന്ധിതമായ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ബോധപൂർവമായ നീക്കം സമരസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അവരെ പ്രതിരോധത്തിലാക്കാൻ ഇങ്ങനെ ഒരു നിർബന്ധിത പരിശീലനം നൽകുക എന്നൊരു മറുതന്ത്രം ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതിനോട് എങ്ങനെയായിരിക്കും ആശാ വർക്കർമാർ പ്രതികരിക്കുക എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. PMG ജംഗ്ഷനിൽ നിന്നായിരിക്കും ഈ മഹാറാലി തുടങ്ങുക. രാവിലെ 10 മണിക്ക് റാലി സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് എത്തുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ മുൻ പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ, അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഈ മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായിരിക്കും ഈ റാലി ഉദ്ഘാടനം ചെയ്യുക. അവിടെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനമായിരിക്കും സർക്കാരിനെതിരെ ഇനി പ്രതിപക്ഷം ഉന്നയിക്കുക എന്നതാണ് അറിയാനുള്ളത്. തീർച്ചയായും. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.